എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കുരുമുളക് ഇട്ട് വരട്ടിയിട്ടുള്ള ലിവറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതിനായിട്ട് എന്തൊക്കെയാണ് ചെയ്യണമെന്ന് നോക്കിയാലോ. അപ്പോൾ ആദ്യം നമുക്ക് 3/4 ടീസ്പൂൺ കുരുമുളക്, 6 അല്ലി വെളുത്തുള്ളി, ഒരു മീഡിയം സൈസ് ഇഞ്ചി, 3/4 ടീസ്പൂൺ പെരിഞ്ജീരകം ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ഒരു പാൻ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. നിങ്ങളുടെ അടുത്ത് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നേരത്തെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പെരിഞ്ജീരകം, കുരുമുളക് ഇതിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതിന്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് അങ്ങ് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമുക്കിനി ഇതിലോട്ട് 2 പച്ചമുളക് നെടുകെ കീറിയത് അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിന്റെ പച്ചമണൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലോട്ട് 3 ഇടത്തരം സവാള നല്ല നൈസായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് അങ്ങ് ഇളക്കി നല്ല പോലെ വഴറ്റിയെടുക്കണം. ഈ സവാള അത്യാവശ്യത്തിന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അതിനിവിടെ എടുത്തിരിക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലയുടെ പൊടി, 3/4 ടീസ്പൂൺ നല്ല മുളക് പൊടി, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതങ്ങ് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതിന്റെ റോസ്മെല്ല് നല്ലപോലെ മാറിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗരം മസാലയ്ക്ക് പകരം പെരിഞ്ജീരകത്തിന്റെ പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഗരം മസാലയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് ലിവർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബീഫിന്റെ ലിവറാണ്, 1/2 കിലോ ബീഫിന്റെ ലിവർ. അപ്പോൾ ബീഫിന്റെ ലിവർ നമ്മൾ നന്നായിട്ട് ഉപ്പും വിനാഗിരിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം. എന്നിട്ടാണ് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ബീഫിന്റെ ലിവർ ചേർത്ത് കൊടുക്കാം. ബീഫിന്റെ ലിവർ ചേർത്ത് കൊടുക്കാം. അത്യാവശ്യത്തിന് ഒരുപാട് അങ്ങോട്ട് ചെറുതായി പോവണ്ട കഷ്ണാക്കുമ്പോൾ. അപ്പോൾ ലിവർ നമ്മൾ മസാലയായിട്ട് നല്ലപോലെ യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്ന വെള്ളമാണിത്. ഇനി നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ കുരുമുളക് തരിതരിപ്പായിട്ട് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ തരിതരിപ്പായിട്ട് പൊടിച്ച കുരുമുളകാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇനി ഇതിലോട്ട് നമുക്ക് 1/2 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളം തന്നെ ചേർക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് നമുക്കിനി 10 മിനിറ്റ് ചെറു തീയിലിട്ടിട്ട് മൂടി വെച്ചിട്ട് വേവിക്കണം. അപ്പോൾ നമ്മളൊരു 10 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് നമുക്ക് വറ്റിച്ചെടുക്കണം, നല്ലപോലെ വരട്ടിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇനി നമുക്ക് തുറന്ന് വെച്ചിട്ട് നമുക്കത് ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ലിവറിലെ വെള്ളമൊക്കെ നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. ആദ്യം നമ്മളൊരു 10 മിനിറ്റ് വേവിച്ചല്ലോ, മൂടി വെച്ച് വേവിച്ചല്ലോ. ആ സമയത്ത് നിങ്ങൾ വേവ് നോക്കണം. വേവ് കുറവാണെങ്കിൽ മൂടി വെച്ചിട്ട് തന്നെ വേവിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്കിനി ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ കൂടി പെപ്പർ ചേർത്ത് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണയും കൂടി നമുക്ക് മേലെ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വേണ്ട. ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഒരു 5 മിനിറ്റ് മൂടി വെച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കുരുമുളക് ഇട്ട് വരട്ടിയ ലിവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്, വെറുതെ പറയുന്നതല്ല, നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക്സ് അറിയിക്കുമെന്ന് വിശ്വസിക്കുന്നു.
അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും നന്ദി, നമസ്കാരം.